അങ്ങനെ ഫൈനലി ഇന്നെൻ്റെ 9th മതിയിലെ ലാസ്റ്റ് സ്കാനിങ് ആണ്. ഓൾറെഡി നമ്മൾ സ്കാനിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 9 മണിക്ക് മുമ്പായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ ഒരു 7:30 8 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു, ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിരുന്നു. അവിടെ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നേരെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷനുള്ളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് ഇത്തിരി കൂടുതലായിരുന്നു, വേറെ ഒന്നുമല്ല. ലാസ്റ്റ് മന്തിലെ സ്കാനിങ് ആയ കാരണം കൊണ്ടും എന്താവും എങ്ങനെയാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും. പക്ഷേ എങ്കിൽ ഇന്ന് നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് പറ്റില്ല, ഡോക്ടർ ഇന്ന് ലീവാണ്. സോ നമുക്ക് നാളേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അമ്മയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അത് റിസൾട്ടൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ടോക്കൺ എടുത്തു. ഓൾറെഡി മുൻകൂട്ടി ബുക്ക് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കയറി അപ്പോൾ തന്നെ ഡോക്ടറെ കാണാനായിട്ട് പറ്റിയിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. സ്കാനിങ് റിപ്പോർട്ട് നോക്കി എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളില്ല, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈം ഡോക്ടറെ കാണാൻ വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് ആവേണ്ട ഡേറ്റും കാര്യങ്ങളും എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ എനിക്കൊരു സമാധാനമായി. അങ്ങനെ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ അവിടെ പള്ളിയുണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത്. അവിടെ ചെന്നു. അവിടെ കുറേ കളർഫുള്ളായിട്ട് ഫിഷ് ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ സമയം ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ അവിടെ ഇരുന്നു. ഫിൽറ്ററൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ റിട്ടേൺ വീട്ടിലേക്ക് വരികയാണേ. എല്ലാ പ്രാവശ്യവും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഡോക്ടറെ കാണാനുള്ള സമയം നോക്കി കാത്തിരിക്കലാണ് എൻ്റെ പതിവ്. അങ്ങനെ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണാനുള്ള ഒരു വെയിറ്റിങ്ങിലായിരിക്കും കേട്ടോ ഞാനിനി. അപ്പോൾ അത് പുറത്ത് കിടന്നപ്പോൾ ഒരു കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് കരിക്ക് വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ ഞാൻ കരിക്കൊക്കെ കഴിച്ചു. എനിവേ ഇന്നത്തെ ഹോസ്പിറ്റൽ ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്.